ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൻറ്റേന. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൊമെൻ്റ് കാണിക്കുന്നത് ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് 16th ജനുവരിയിലെ പെർഫോമൻസ് ആണ്. ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ചെറുതായിട്ടൊരു ബൈ പോയിട്ടുണ്ട്. അപ്പം വലിയൊരു ട്രേഡ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു സ്കാൽപ്പ് അടിക്കാനുള്ളൊരു പോർഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെറിയ ട്രേഡുകൾ. അപ്പം സെൽ വന്ന പോർഷനിൽ നിന്നും സെല്ലിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നും ഒരുപാട് ഹ്യൂജ് ഡൗണിലേക്ക് ഇറങ്ങിയിട്ടില്ല, ചെറിയൊരു പോർഷൻ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സാഹചര്യത്തിൽ എങ്ങനെ ട്രേഡ് എടുക്കാം, അതായത് മാർക്കറ്റ് റേഞ്ചിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കൊരു കറക്റ്റ് ഒരു ബൈ പോർഷൻ സെൽ പോർഷൻ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ലൈവിൽ കാണിക്കുന്നത്. അപ്പം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമുക്ക് ക്ലോസിങ്ങിൽ വന്ന ബൈ സിഗ്നൽ അടിച്ചു കയറി ഓപ്പൺ ആവുമായിരുന്നു. അപ്പം ഹോൾഡ് ചെയ്ത് വെച്ചവർക്ക് അവിടെ പ്രോഫിറ്റ് വരും. പക്ഷേ പുതുതായിട്ടൊരു ട്രേഡ് അവിടെ ഫോം ആയിട്ടില്ല. അപ്പോൾ ഇന്ന് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്നാണ് ഒരു ബൈ ട്രേഡ് പോയത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അവിടെ നിന്ന് ഒരു 49,217 നമുക്ക് മാർക്കറ്റ് കയറിയിട്ട് 49,446 വരെ നമുക്ക് പോയിട്ടുണ്ട്. മാർക്കറ്റ് അപ് ട്രെൻഡിൽ അവിടെ പോയിട്ടുണ്ട്. നല്ല അപ്രോക്സിമേറ്റ് ഒരു 100 പോയിന്റ് അടുത്ത് അവിടുന്ന് നമ്മൾ ഏൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് അവിടുന്ന് കിട്ടുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പം ഈ നമ്മുടെ സോഫ്റ്റിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഫേക്ക് ആയിട്ടുള്ള വരുന്ന അപ്പ് ഡൗൺസിൽ ഒരുപാട് തിരിച്ചറിയാം. അതായത് ഇന്ന് ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്നെങ്കിൽ നമ്മുടെ സോഫ്റ്റ് അവിടെ ഒരു സെൽ പോർഷൻ കാണിച്ചിട്ടില്ല, അതായത് സെൽ ട്രേഡ് അവിടെ ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. തിരിച്ച് മാർക്കറ്റ് കയറാൻ നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് താഴെ കൺഫർമേഷൻ ബാറും നമുക്കവിടെ ഗ്രീൻ തന്നെ കാണിക്കും. അപ്പം നമുക്കൊരു അതായത് ധൈര്യമായിട്ട് നമുക്ക് ആക്ച്വലി നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് തിരിച്ച് രണ്ടാമത് കയറുമ്പോൾ നമുക്ക് എൻട്രി എടുത്താൽ മതി. ട്രെൻഡ് ലൈൻ നമുക്ക് മാർക്കറ്റ് ഒരു ചേഞ്ച് വരുന്ന മാർക്കറ്റിൻ്റെ അപ് ട്രെൻഡ്, അതായത് അപ് ട്രെൻഡിലേക്ക് ചാൻസ് ചിലപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതുപോലെ ഗ്രീൻ കാണിക്കണം. പക്ഷെ ഇനി ഇത് ഒരു നമുക്ക് അപ് ട്രെൻഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല, പക്ഷെ തിരിച്ചിറങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് ചെറിയ ട്രേഡുകൾ, അതായത് നമുക്ക് 1 മിനിറ്റ് എന്നുള്ള സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്കൊരു ചെറിയ ട്രേഡിൽ മോർണിംഗ് ലെവലിലും ക്ലോസിംഗ് ലെവലിലും നമുക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ മോർണിംഗ് ലെവലിലും ക്ലോസിംഗ് ലെവലിലും നമുക്ക് പെട്ടെന്നൊരു എൻട്രി എക്സിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും, അവിടെ നിന്ന് ഒരു പ്രോഫിറ്റും ലഭിക്കും. ഇപ്പോൾ ഈ ഒരു അപ് ട്രെൻഡ്, ഇപ്പോൾ ഈ ലാസ്റ്റ് വന്ന ആ ഒരു ചെറുതായി കയറ്റത്തിൽ നമുക്ക് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലാസ്റ്റ് വന്ന പൈസകൾ സ്കാൽപ്പിങ്ങിൽ നമുക്ക് ഇവിടുന്ന് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത് പോയി ഇപ്പോൾ ചെറിയൊരു 30-40 പോയിന്റോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു ബൈ വരുന്ന സമയത്ത് നമുക്കിവിടെ ക്യാൻഡിൽ കളർ ഗ്രീൻ ആവണം, താഴെ ഗ്രീനായി ബൈസോണും വന്ന് റെസിസ്റ്റ് ചെയ്യുന്ന ലെവലും കൂടെ കട്ട് ചെയ്ത് ആക്യുറേറ്റ് ആണ്. ഇപ്പോൾ ഇവിടെ ബൈസോണും വന്ന് ഇവിടെ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആക്യുറേറ്റ് ആയിരുന്നു, അവിടുന്ന് കയറിയിട്ടുണ്ട്. ഇതേ സെയിം മെത്തേഡാണ് നമ്മൾ സെൽ സിഗ്നൽ അപ്ലൈ ചെയ്യേണ്ടത്. സെല്ല് കൺഫേം ആയ ശേഷം നമ്മൾ സപ്പോർട്ട് അടിക്കുകയാണ്, നമുക്ക് നല്ലൊരു ട്രേഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ സപ്പോർട്ട് അടിച്ചതാണ്. അഥവാ നമ്മൾ സിഗ്നൽ ഇവിടുന്ന് എടുത്ത് റിവേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ കളർ കോമ്പിനേഷൻ നമുക്ക് വരുന്ന സമയം നമുക്ക് അവിടെ പോർഷൻ അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് വിടാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ സ്ട്രാറ്റജി നമുക്ക് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അത് സോഫ്റ്റ് വർക്ക് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾക്ക് ലൈവിൽ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ്റെ സെയിം ചാർട്ടും ഇതേപോലെ എടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്ന പൈസകളുടെ ഡീറ്റെയിൽസ് ആണ് മേളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടൈം, എൻട്രി പോയിന്റ്, ടാർഗറ്റ് 70.3 ടാർഗറ്റ് ആണ്. ഇപ്പോൾ സ്കാൽപ്പിംഗ് ആണ് 40 പോയിന്റ്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതിൽ സിഗ്നൽസ് വന്ന് കൺഫേം ആകുമ്പോൾ എടുക്കുക. തിരിച്ചു കയറുന്ന സാഹചര്യം ഇപ്പോൾ കണ്ടു, രണ്ടാമത് പിന്നെ തിരിച്ചു കയറുന്നതുകൊണ്ടാണ് ഇവിടെ റീ എൻട്രി സജഷൻ വരുന്നത്. അതായത് നമ്മൾ ടാർഗറ്റ് അടിച്ചതിന് ശേഷം പിന്നെയും കയറുന്ന സാഹചര്യം നമ്മൾ സോഫ്റ്റ്വെയർ തരികയാണെങ്കിൽ അവിടെ നിന്ന് റീ എൻട്രി സജഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ റീ എൻട്രി കാണിച്ചു തരും. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ട്രേഡ് ആ ഒരു പോർഷനിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ലാസ്റ്റ് പോർഷനിൽ നിന്ന് നമുക്കൊരു സ്കാൽപ്പിംഗ് പോർഷനിൽ നമുക്ക് 2 ട്രേഡ് നമുക്ക് ഈ ലാസ്റ്റ് വന്നതിൻ്റെ സെല്ലും ഇപ്പോൾ ഒന്നിൽ ബൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ട്രേഡിൽ നല്ല ഈസി ആയിട്ട് അപ്രോക്സിമേറ്റ് ഒരു 50 പോയിന്റ്സിന് അടുത്ത് നമുക്ക് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ലൈവിൽ നമുക്ക് ഇതേപോലെ ഓപ്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തേച്ചാൽ മതി. ഇപ്പോൾ 49,225 കോൾ ഓപ്ഷൻ ആഡ് ചെയ്യുക. അത് ഇവിടുന്ന് വ്യൂവിൽ നിന്ന് സിമ്പിൾസിൽ പോയി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. വ്യൂവിൽ കൊടുക്കുക, ഇതേപോലെ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക, സിമ്പിൾസിൽ പോവുക, അതിൽ നമുക്ക് വേണ്ട സ്ട്രൈക്ക് അവിടെ ആഡ് ചെയ്ത് കൊടുത്തേ. 49,200 ആണ് 49,200 കോൾ ഓപ്ഷൻ. അതിവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 49,200 കോൾ ഓപ്ഷൻ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇതേപോലെ റൈറ്റ് ക്ലിക്ക്, ചാർട്ട് വിൻഡോ, അതേപോലെ സ്കാൽപ്പിംഗ് 1 മിനിറ്റ് വെച്ചാൽ മതി. ഇൻട്രാഡേക്ക് 5 മിനിറ്റ് ആണ്. 8.1 ഓപ്ഷൻ വെക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് അതേപോലെ തന്നെ ലാസ്റ്റ് വന്ന ബൈസിക്കിൾ കണ്ടില്ലേ, നമുക്ക് 751 വന്നു ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നാണ് പിടിച്ചത്. അപ്പോൾ 758 എടുത്ത് നമുക്ക് ആക്ച്വലി ഇപ്പോൾ കണ്ടോ 87 10-30 പോയിന്റോളം നമുക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ചെറിയ ട്രേഡിങ്ങിലാണ് നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് പിടിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. ഇപ്പോൾ കണ്ടോ ഫസ്റ്റ് ടാർഗറ്റ് അടിച്ച് പിന്നെ റീ എൻട്രി വന്നു. തിരിച്ച് കയറാൻ സാഹചര്യത്തിൽ നെക്സ്റ്റ് ഒരു ബ്രേക്ക്ഔട്ട് പിന്നെ കിട്ടുമ്പോൾ നമുക്ക് അവിടെ റീ എൻട്രി സെഷൻ ഇങ്ങനെ തരുന്നതാണ്. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് ലൈവിൽ ഡെമോ അറ്റൻഡ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ.